അപ്പോൾ നമുക്ക് മാംഗോ സാഗോ കൊണ്ട് വേറെ റെസിപ്പി നോക്കിയാൽ ഞാൻ ഓൾറെഡി മാംഗോ സാഗോ കൊണ്ടുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ മാംഗോ സാഗോയുടെ റെസിപ്പി ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. അതിന് രണ്ട് സൈഡിൽ നിന്നും പൾപ്പ് മാത്രം എടുത്തിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര സ്റ്റിഫ് ആക്കുന്നില്ല, പക്ഷേ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മാങ്ങയിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കല്ലേ ചേർത്തിട്ടുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്കാണല്ലോ അതായത് സാഗോയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മാംഗോയുടെ പൾപ്പും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് അടിച്ചു വെച്ചിരുന്നില്ലേ, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം പോലത്തെ കൺസിസ്റ്റൻസി തോന്നും, അത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിലോട്ട് വെച്ചാലും മതി. ആ സമയം കൊണ്ട് നമുക്ക് മാംഗോയുടെ ക്യൂബ്സ്, അതായത് മാംഗോയുടെ കട്ട് പീസസ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ചെറിയ നേരിയതായിട്ടോ കട്ട് ചെയ്യുന്നത്. എത്രത്തോളം കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം കുഞ്ഞായിട്ട് നിങ്ങൾ കട്ട് ചെയ്യും കേട്ടോ. കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇതാ കണ്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ സാഗോ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന ആ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു പോപ്സിക്കിളിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. മോൾഡിൽ നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റിക്കൊക്കെ എങ്ങനെ, ഇതിൻ്റെ 1/4 ഭാഗം വരുന്നത് വരെ ആ സ്റ്റിക്ക് കുത്തണം. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് അതിൻ്റെ ആ ഹോളിൽ കൂടെ അങ്ങ് കയറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഇതാവും, നല്ല സ്റ്റിഫായിട്ട് അവിടെ ഇരുന്നോളും. അതിനുശേഷം ഞാനിത് നിറച്ച് കൊടുക്കുന്നുണ്ട്. നിറച്ച് കൊടുത്ത് നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇത് ഒരല്പം നിറഞ്ഞു പോയി കേട്ടോ. നിങ്ങൾ ഇത്രയും നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ച ആ തവിയിൽ ഒരു തവി ഒഴിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം അടുത്ത ദിവസമായി ഞാൻ 24 മണിക്കൂർ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ദിവസമായി ഞാൻ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസായ ഇത് പുറത്ത് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഓവറായിട്ട് നിറഞ്ഞില്ലായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷെ കുറച്ച് ഓവറായിട്ട് നിറഞ്ഞു പോയി. ഓക്കെ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ആക്ച്വലി കോട്ടിംഗ് ഒന്നും ആവശ്യമില്ല. ഞാൻ വെറുതെ കോട്ട് ചെയ്ത് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ കോട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊന്ന് മുക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്രയും ടേസ്റ്റ് സാഗോയ്ക്ക് പോലും ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ പുറത്തെ കോട്ടിങ് വേണ്ട, അല്ലാതെ തന്നെ നല്ലതായിട്ടുണ്ട്.